പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അപരനാമങ്ങൾ. ഉത്തരം: 1 പഴയ നിയമ പൂരകം, 2 പുതിയ നിയമത്തിലെ ലേവ്യപുസ്തകം. ക്വസ്റ്റ്യൻ: എബ്രായർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് ഏത് വാക്കോടു കൂടിയാണ്? ഉത്തരം: ദൈവം. എബ്രായർ 1:1. ക്വസ്റ്റ്യൻ: ദൈവം പണ്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തത് ആര് മുഖാന്തരം? ഉത്തരം: പ്രവാചകന്മാർ മുഖാന്തരം. 1:1. ക്വസ്റ്റ്യൻ: ദൈവം പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് എങ്ങനെയാണ്? ഉത്തരം: ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും. 1:1. ക്വസ്റ്റ്യൻ: പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തത് എപ്പോൾ? ഉത്തരം: അന്ത്യകാലത്ത്. 1:1. ക്വസ്റ്റ്യൻ: അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ആര് ആരെ? ഉത്തരം: ദൈവം തൻ്റെ പുത്രനെ. എബ്രായർ 1:2. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായവൻ ആര്? ഉത്തരം: ദൈവപുത്രൻ. 1:3. ക്വസ്റ്റ്യൻ: ക്രിസ്തു എന്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു? ഉത്തരം: പാപങ്ങൾക്ക്. 1:3. ക്വസ്റ്റ്യൻ: ദൈവപുത്രൻ ആരേക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി? ഉത്തരം: ദൈവദൂതന്മാരേക്കാൾ. 1:4. ക്വസ്റ്റ്യൻ: ദൈവപുത്രൻ ആരേക്കാൾ ശ്രേഷ്ഠനായി തീർന്നു? ഉത്തരം: ദൈവദൂതന്മാരേക്കാൾ. 1:4. ക്വസ്റ്റ്യൻ: നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഏത്? ഉത്തരം: സങ്കീർത്തനം 2:7. ക്വസ്റ്റ്യൻ: ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവം അരുളി ചെയ്തതെന്താണ്? ഉത്തരം: ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. 1:6. ക്വസ്റ്റ്യൻ: അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം: ദൂതന്മാരെക്കുറിച്ച്. 1:7. ക്വസ്റ്റ്യൻ: അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തന ഭാഗം ഏതാണ്? ഉത്തരം: സങ്കീർത്തനം 104:4. ക്വസ്റ്റ്യൻ: ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കും ഉള്ളത് എന്ന് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം: സങ്കീർത്തനം 45 6-7 ക്വസ്റ്റ്യൻ: കർത്താവ് പൂർവകാലത്ത് അടിസ്ഥാനമിട്ടത് എന്തിന്? ഉത്തരം: ഭൂമിക്ക്. 1:10. ക്വസ്റ്റ്യൻ: അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പുപോലെ നീ അവയെ ചുരുട്ടും. നശിക്കുന്നതെന്ത്, നിലനിൽക്കുന്നതെന്ത്? ഉത്തരം: ഭൂമി, ആകാശം, ദൈവം. 1:10-12. ക്വസ്റ്റ്യൻ: കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തന ഭാഗം ഏത്?
ഉത്തരം സങ്കീർത്തനം 102-25 മുതൽ 27 വരെ. ക്വസ്റ്റ്യൻ: ആരാണ് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ? ഉത്തരം ദൂതന്മാർ. 1:14. ക്വസ്റ്റ്യൻ: ദൂതന്മാർ ഒക്കെയും എന്ത് പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്? ഉത്തരം രക്ഷ. 1:14. ക്വസ്റ്റ്യൻ: കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് എന്തുകൊണ്ട്? ഉത്തരം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. 2:1. ക്വസ്റ്റ്യൻ: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. വാക്യം ഏത്? ഉത്തരം എബ്രായർ 2-1 വാക്യം. ക്വസ്റ്റ്യൻ: ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വാക്യം ഏത്? ഉത്തരം എബ്രായർ 2-4 വാക്യം. ക്വസ്റ്റ്യൻ: സ്ഥിരമായിരിക്കുന്നത് എന്താണ്? ഉത്തരം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. 2:2. ക്വസ്റ്റ്യൻ: അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതാര്? ഉത്തരം ദൈവം. 2:3. ക്വസ്റ്റ്യൻ: ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയത് ആരെ? ഉത്തരം മനുഷ്യപുത്രനെ. 2:7. ക്വസ്റ്റ്യൻ: തേജസ്സും ബഹുമാനവും അണിയിച്ചത് ആരെ? ഉത്തരം മനുഷ്യപുത്രനെ. 2:7. ക്വസ്റ്റ്യൻ: ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവൻ ആര്? ഉത്തരം യേശു. എബ്രായർ 2:9. ക്വസ്റ്റ്യൻ: യേശു മഹത്വവും ബഹുമാനവും അണിഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം മരണം അനുഭവിച്ചതുകൊണ്ട്. 2:9. ക്വസ്റ്റ്യൻ: അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നതാര്? ഉത്തരം യേശുക്രിസ്തു. 2:10. ക്വസ്റ്റ്യൻ: സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ? ഉത്തരം യേശു. 2:10. ക്വസ്റ്റ്യൻ: വിശുദ്ധീകരിക്കുന്നവൻ ആര്? ഉത്തരം യേശുക്രിസ്തു. 2:11. ക്വസ്റ്റ്യൻ: മരണത്തിൻ്റെ അധികാരി ആര്? ഉത്തരം പിശാച്. 2:14. ക്വസ്റ്റ്യൻ: ആരെ സംരക്ഷിക്കുന്നതിനാണ് യേശുക്രിസ്തു വന്നത്? ഉത്തരം അബ്രഹാമിൻ്റെ സന്തതിയെ. 2:16. ക്വസ്റ്റ്യൻ: ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ യേശുവിനെ സകലത്തിലും ആരോട് സദൃശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു? ഉത്തരം തൻ്റെ സഹോദരന്മാരോട്. 2:17. ക്വസ്റ്റ്യൻ: ക്രിസ്തു സഹോദരന്മാരോട് സദൃശനായി തീരേണ്ടിയിരുന്നത് എന്തിന്? ഉത്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന്. 2:17. ക്വസ്റ്റ്യൻ: നാം സ്വീകരിച്ചു പറയുന്ന അപ്പൊസ്തലനും മഹാപുരോഹിതനുമായവൻ ആര്? ഉത്തരം യേശു. 3:1. ക്വസ്റ്റ്യൻ: ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നവൻ ആര്? ഉത്തരം മോശ. 3:2.
ക്വസ്റ്റ്യൻ: സർവവും ചമച്ചവൻ ആര്? ഉത്തരം: ദൈവം. 3:4. ക്വസ്റ്റ്യൻ: മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനാര്? ഉത്തരം: യേശു. 3:3. ക്വസ്റ്റ്യൻ: ദൈവഭവനത്തിലെ ഭൃത്യൻ. ഉത്തരം: മോശ. 3:5. ക്വസ്റ്റ്യൻ: വിശ്വസ്തനായ ഭൃത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? ഉത്തരം: മോശ. 3:5. ക്വസ്റ്റ്യൻ: ദൈവഭവനത്തിന് അധികാരിയായ പുത്രൻ. ഉത്തരം: ക്രിസ്തു. 3:6. ക്വസ്റ്റ്യൻ: നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നത് എങ്ങനെ? ഉത്തരം: പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിക്കുന്നതിലൂടെ. 3:6. ക്വസ്റ്റ്യൻ: എത്ര വർഷമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദൈവത്തെ പരീക്ഷിച്ചത്? ഉത്തരം: 40. 3:9. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് ഉണ്ടാകാതിരിക്കേണ്ടത് എന്താണ്? ഉത്തരം: അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. 3:12. ക്വസ്റ്റ്യൻ: അവസാനത്തോളം മുറുകെ പിടിക്കേണ്ടത്. ഉത്തരം: ആദ്യ വിശ്വാസം. 3:14. ക്വസ്റ്റ്യൻ: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ആരിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു? ഉത്തരം: ക്രിസ്തുവിൽ. 3:14. ക്വസ്റ്റ്യൻ: മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നവർക്ക് എന്ത് നിമിത്തമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത്? ഉത്തരം: അവിശ്വാസം നിമിത്തം. 3:19. ക്വസ്റ്റ്യൻ: ഏത് വാഗ്ദത്തമാണ് ശേഷിച്ചിരിക്കുന്നത്? ഉത്തരം: സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. 4:1. ക്വസ്റ്റ്യൻ: കേട്ട വചനം പ്രയോജനപ്പെടുത്തുന്നതിന് അത് എന്തായി പരിണമിക്കണം? ഉത്തരം: വിശ്വാസമായി പരിണമിക്കണം. 4:2. ക്വസ്റ്റ്യൻ: സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതാര്? ഉത്തരം: വിശ്വാസികൾ. 4:3. ക്വസ്റ്റ്യൻ: ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് ആര് മുഖാന്തരമാണ് യഹോവ അരുളിച്ചെയ്തത്? ഉത്തരം: ദാവീദ്. 4:7. ക്വസ്റ്റ്യൻ: ദൈവജനത്തിന് എന്താണ് ശേഷിച്ചിരിക്കുന്നത്? ഉത്തരം: ഒരു ശബത്ത് അനുഭവം. 4:9. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി എങ്ങനെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്? ഉത്തരം: ഇരുവായ്ത്തലയുള്ള. 4:12. ക്വസ്റ്റ്യൻ: ബൈബിൾ മുഴുവനും ഞാൻ ഉണ്ട്. വേഗത്തിൽ ഓടാൻ എനിക്ക് കഴിയും. കുത്താനും വെട്ടാനും പിളർക്കാനും യോജിപ്പിക്കാനും എനിക്ക് കഴിവുണ്ട്. ഞാൻ ആര്? ഉത്തരം: വചനം. 4:12. ക്വസ്റ്റ്യൻ: ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആര്? ഉത്തരം: ദൈവപുത്രനായ യേശു. 4:14. ക്വസ്റ്റ്യൻ: ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം എന്ത് മുറുകെ പിടിച്ചുകൊള്ളണം? ഉത്തരം: നമ്മുടെ സ്വീകാര്യം. 4:14. ക്വസ്റ്റ്യൻ: പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ ആരാണ്? ഉത്തരം: നമുക്കുള്ള മഹാപുരോഹിതൻ. 4:14.
ക്വസ്റ്റ്യൻ കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ എന്തിനോട് അടുത്ത് ചെല്ലണം? ഉത്തരം കൃപാസനത്തിന്. 4:16. ക്വസ്റ്റ്യൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന മഹാപുരോഹിതൻ നിയമിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ. 5:1. ക്വസ്റ്റ്യൻ ആർക്കെല്ലാം വേണ്ടി മഹാപുരോഹിതൻ പാപയാഗം അർപ്പിക്കുന്നു? ഉത്തരം തനിക്കു വേണ്ടിയും ജനത്തിനു വേണ്ടിയും. 5:3. ക്വസ്റ്റ്യൻ മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം ക്രിസ്തുവിന് നൽകിയതാര്? ഉത്തരം പിതാവായ ദൈവം. 5:5. ക്വസ്റ്റ്യൻ ഏത് ക്രമപ്രകാരമാണ് ക്രിസ്തു നിത്യപുരോഹിതനായിരിക്കുന്നത്? ഉത്തരം മൽക്കീസെദെക്കിൻ്റെ ക്രമപ്രകാരം. 5:5. ക്വസ്റ്റ്യൻ ക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവനായത് എങ്ങനെ? ഉത്തരം താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. 5:8-9. ക്വസ്റ്റ്യൻ നിത്യരക്ഷയുടെ കാരണഭൂതൻ? ഉത്തരം ക്രിസ്തു. 5:9. ക്വസ്റ്റ്യൻ എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്? ഉത്തരം പാൽ. 5:12. ക്വസ്റ്റ്യൻ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്നവരെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നതാർക്ക്? ഉത്തരം എബ്രായ ക്രിസ്ത്യാനികൾക്ക്. 5:12. ക്വസ്റ്റ്യൻ പാൽ കുടിക്കുന്നവനെല്ലാം എന്തിൻ്റെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ്? ഉത്തരം നീതിയുടെ വചനത്തിൽ. 5:13. ക്വസ്റ്റ്യൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ആദ്യ വചനങ്ങൾ ഏവ? ഉത്തരം നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. 6:2. ക്വസ്റ്റ്യൻ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് എന്ത് പ്രാപിപ്പാൻ ശ്രമിക്കണം? ഉത്തരം പരിജ്ഞാനപൂർത്തി. 6:2. ക്വസ്റ്റ്യൻ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ ആര്? ഉത്തരം പിന്മാറ്റക്കാർ. 6:6. ക്വസ്റ്റ്യൻ പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ആരുടെ അനുഗ്രഹം പ്രാപിക്കുന്നു? ഉത്തരം ദൈവത്തിൻ്റെ അനുഗ്രഹം. 6:7. ക്വസ്റ്റ്യൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? ഉത്തരം അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. 6:11. ക്വസ്റ്റ്യൻ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നത് എങ്ങനെ? ഉത്തരം വിശ്വാസത്താലും ദീർഘക്ഷമയാലും. 6:12. ക്വസ്റ്റ്യൻ ദൈവം അബ്രഹാമിനോട് ഡാഷ് ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെക്കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു. എന്ത്? ഉത്തരം വാഗ്ദത്തം. 6:13. ക്വസ്റ്റ്യൻ അബ്രഹാം വാഗ്ദത്ത വിഷയം പ്രാപിച്ചത് എങ്ങനെ? ഉത്തരം ദീർഘക്ഷമയോടിരുന്ന്. 6:15. ക്വസ്റ്റ്യൻ മനുഷ്യർ സത്യം ചെയ്യുന്നത് ആരെക്കൊണ്ട്? ഉത്തരം തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട്. 6:16.
ക്വസ്റ്റ്യൻ, ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നത് എന്താണ്? ഉത്തരം ആണ. 6:16. ക്വസ്റ്റ്യൻ, ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് എങ്ങനെ കാണിപ്പാൻ ഇച്ഛിച്ചു? ഉത്തരം അധികം സ്പഷ്ടമായി. 6:17. ക്വസ്റ്റ്യൻ, ദൈവത്തിന് കഴിയാത്തത് എന്ത്? ഉത്തരം ഭോഷ്കു പറയുവാൻ. 6:18. ക്വസ്റ്റ്യൻ, നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരം എന്താണ്? ഉത്തരം പ്രത്യാശ. 6:19. ക്വസ്റ്റ്യൻ, യേശു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം തിരശീലയ്ക്കകത്ത്. 6:19-20. ക്വസ്റ്റ്യൻ, യേശു ആരുടെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി? ഉത്തരം മൽക്കീസെദെക്കിൻ്റെ. 6:20. ക്വസ്റ്റ്യൻ, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ആര്? ഉത്തരം മൽക്കീസെദെക്ക്. 7:1. ക്വസ്റ്റ്യൻ, ശാലേം രാജാവ് ആരാണ്? ഉത്തരം മൽക്കീസെദെക്ക്. 7:1. ക്വസ്റ്റ്യൻ, മൽക്കീസെദെക്ക് എന്ന പേരിന് അർത്ഥം? ഉത്തരം നീതിയുടെ രാജാവ്. 7:2. ക്വസ്റ്റ്യൻ, ശാലേം എന്ന പേരിന് അർത്ഥം? ഉത്തരം സമാധാനം. 7:2. ക്വസ്റ്റ്യൻ, അബ്രഹാം ആർക്കാണ് ദശാംശം കൊടുത്തത്? ഉത്തരം മൽക്കീസെദെക്കിന്. 7:2. ക്വസ്റ്റ്യൻ, മാതാവും പിതാവും വംശാവലിയും ഇല്ലാത്ത രാജാവ് ആരായിരുന്നു? ഉത്തരം മൽക്കീസെദെക്ക്. 7:3. ക്വസ്റ്റ്യൻ, ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നത് ആര്? ഉത്തരം മൽക്കീസെദെക്ക്. 7:3. ക്വസ്റ്റ്യൻ, ഞാൻ ജനിച്ചില്ല, മരിച്ചില്ല, പക്ഷേ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഞാൻ ആര്? ഉത്തരം മൽക്കീസെദെക്ക്. ഉൽപ്പത്തി 14:18, എബ്രായർ 7:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, എബ്രായ ലേഖനത്തിൽ ഗോത്രപിതാവെന്ന് പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം അബ്രഹാം. 7:4. ക്വസ്റ്റ്യൻ, ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് എന്തു വാങ്ങുവാൻ കൽപ്പന ഉണ്ട്? ഉത്തരം ദശാംശം. 7:5. ക്വസ്റ്റ്യൻ, പുരോഹിതന്മാരുടെ വംശാവലിയിൽ പെടാത്തത് ആര്? ഉത്തരം മൽക്കീസെദെക്ക്. 7:6. ക്വസ്റ്റ്യൻ, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം എബ്രായ ലേഖനക്കാരൻ. 7:7. ക്വസ്റ്റ്യൻ, ദശാംശം വാങ്ങുന്ന ലേവി എങ്ങനെയാണ് മൽക്കീസെദെക്കിന് ദശാംശം കൊടുത്തത്? ഉത്തരം അബ്രഹാം മുഖാന്തരം. 7:9-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം എന്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം? ഉത്തരം ന്യായപ്രമാണത്തിനും കൂടെ. 7:12. ക്വസ്റ്റ്യൻ, കർത്താവ് ജനിച്ചത് ഏത് ഗോത്രത്തിലാണ്? ഉത്തരം യഹൂദ. 7:14. ക്വസ്റ്റ്യൻ, ഏത് ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല?
ഉത്തരം യഹൂദ 7:14. ക്വസ്റ്റ്യൻ ആണ കൂടാതെ പുരോഹിതന്മാർ ആയവർ ആര്? ഉത്തരം ലേവ്യ പുരോഹിതന്മാർ 7:20. ക്വസ്റ്റ്യൻ ആണയോടുകൂടെ പുരോഹിതനായത് ആര്? ഉത്തരം ക്രിസ്തു 7:21. ക്വസ്റ്റ്യൻ വിശേഷമേറിയ നിയമത്തിന് ഉത്തരവാദി? ഉത്തരം യേശു 7:22. ക്വസ്റ്റ്യൻ മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചത് ആര്? ഉത്തരം യേശു 7:24. ക്വസ്റ്റ്യൻ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ ആര്? ഉത്തരം യേശു 7:25. ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്? ഉത്തരം പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ 7:26. ക്വസ്റ്റ്യൻ മഹാപുരോഹിതൻ ആദ്യം യാഗം കഴിച്ചതെന്തിനു വേണ്ടി? ഉത്തരം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി 7:27. ക്വസ്റ്റ്യൻ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിക്കുന്നതാരാണ്? ഉത്തരം മഹാപുരോഹിതൻ 7:27. ക്വസ്റ്റ്യൻ സ്വന്തം പാപങ്ങൾക്കായും ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്ത മഹാപുരോഹിതൻ ആരാണ്? അവൻ എന്തു ചെയ്തു? ഉത്തരം യേശു. തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് അവൻ ഒരിക്കലായിട്ട് ചെയ്തു 7:27. ക്വസ്റ്റ്യൻ ന്യായപ്രമാണം മഹാപുരോഹിതന്മാരാക്കുന്നത് ആരെയാണ്? ഉത്തരം ബലഹീന മനുഷ്യരെ 7:28. ക്വസ്റ്റ്യൻ പുത്രനെ പുരോഹിതനാക്കിയത് എന്താണ്? ഉത്തരം ആണയുടെ വചനം 7:28. ക്വസ്റ്റ്യൻ സത്യകൂടാരം സ്ഥാപിച്ചതാരാണ്? ഉത്തരം കർത്താവ് 8:2. ക്വസ്റ്റ്യൻ കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ ആര്? ഉത്തരം ക്രിസ്തു 8:2. ക്വസ്റ്റ്യൻ സമാഗമന കൂടാരം എന്തായിരുന്നു? ഉത്തരം സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലും 8:5. ക്വസ്റ്റ്യൻ എവിടെ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് മോശയോട് അരുളി ചെയ്തു? ഉത്തരം പർവ്വതത്തിൽ 8:5. ക്വസ്റ്റ്യൻ വിശേഷതയേറിയ ശുശ്രൂഷ പ്രാപിച്ചവൻ ആര്? ഉത്തരം യേശു 8:6. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ നിയമം എന്തില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു? ഉത്തരം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ 8:7. ക്വസ്റ്റ്യൻ ഏതൊക്കെ ഗൃഹത്തോടാണ് കർത്താവ് പുതിയൊരു നിയമം ചെയ്യുവാൻ പോകുന്നത്? ഉത്തരം ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും 8:8. ക്വസ്റ്റ്യൻ ആരുടെ ഹൃദയങ്ങളിലാണ് ന്യായപ്രമാണം എഴുതുന്നത്? ഉത്തരം ഇസ്രായേൽ ഗൃഹത്തിൻ്റെ 8:10. ക്വസ്റ്റ്യൻ വിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു? ഉത്തരം നിലവിളക്കും മേശയും കാഴ്ചയപ്പവും 9:2.
ക്വസ്റ്റ്യൻ. രണ്ടാം തിരശീലയ്ക്ക് പിന്നിൽ ഡാഷ് എന്ന കൂടാരം ഉണ്ടായിരുന്നു. ഉത്തരം അതിവിശുദ്ധം. 9/3. ക്വസ്റ്റ്യൻ. അതിവിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു? ഉത്തരം ധൂപകലശവും നിയമപെട്ടകവും. 9/4. ക്വസ്റ്റ്യൻ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം എവിടേക്കുള്ള വഴി വെളിപ്പെട്ടില്ല? ഉത്തരം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി. 9/8. ക്വസ്റ്റ്യൻ. നിയമപെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കൾ? ഉത്തരം മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും. 9/4. ക്വസ്റ്റ്യൻ. നിയമപെട്ടകത്തിന് മീതെ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകൾ. 9/5. ക്വസ്റ്റ്യൻ. മുൻകൂടാരം എന്താണ്? ഉത്തരം വിശുദ്ധ സ്ഥലം. 9/6. ക്വസ്റ്റ്യൻ. ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മുൻകൂടാരം. 9/8, 9. ക്വസ്റ്റ്യൻ. മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ ചെല്ലുന്നത് എവിടെയാണ്? ഉത്തരം അതിവിശുദ്ധ സ്ഥലത്ത്. 9/7. ക്വസ്റ്റ്യൻ. വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നവൻ ആര്? ഉത്തരം ക്രിസ്തു. 9/11. ക്വസ്റ്റ്യൻ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആര്? ഉത്തരം ക്രിസ്തു. 9/15. ക്വസ്റ്റ്യൻ. നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കുന്നതാർക്ക്? ഉത്തരം വിളിക്കപ്പെട്ടവർക്ക്. 9/15. ക്വസ്റ്റ്യൻ. നിയമകർത്താവിൻ്റെ മരണം തെളിയേണ്ടത് എവിടെ? ഉത്തരം നിയമമുള്ളയിടത്ത്. 9/16. ക്വസ്റ്റ്യൻ. നിയമം സ്ഥിരമാകുന്നത് എപ്പോൾ? ഉത്തരം മരിച്ച ശേഷം. 9/16. ക്വസ്റ്റ്യൻ. ന്യായപ്രമാണപ്രകാരം സകലവും ശുദ്ധീകരിക്കപ്പെടുന്നത് എന്തിനാലാണ്? ഉത്തരം രക്തത്താൽ. 9/22. ക്വസ്റ്റ്യൻ. വിമോചനത്തിന് ആവശ്യം എന്താണ്? ഉത്തരം രക്തച്ചൊരിച്ചിൽ. 9/22. ക്വസ്റ്റ്യൻ. എന്തുമായിട്ടാണ് മഹാപുരോഹിതൻ ആണ്ടുതോറും വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത്? ഉത്തരം അന്യരക്തം. 9/25. ക്വസ്റ്റ്യൻ. മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. 9/27. ക്വസ്റ്റ്യൻ. ക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് എങ്ങനെയാണ്? ഉത്തരം പാപം കൂടാതെ. 9/28. ക്വസ്റ്റ്യൻ. ക്രിസ്തു വീണ്ടും വരുന്നത് എന്തിന്? ഉത്തരം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. 9/28. ക്വസ്റ്റ്യൻ. വരുവാനുള്ള നന്മകളുടെ നിഴലായിരിക്കുന്നതെന്ത്? ഉത്തരം ന്യായപ്രമാണം. 10/1. ക്വസ്റ്റ്യൻ. ന്യായപ്രമാണപ്രകാരമുള്ള യാഗങ്ങൾക്ക് കഴിയാതിരുന്നതെന്ത്? ഉത്തരം സൽഗുണപൂർത്തി വരുത്തുവാൻ. 10/1. ക്വസ്റ്റ്യൻ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് കഴിയാത്തതെന്ത്? ഉത്തരം പാപങ്ങളെ നീക്കുവാൻ. 10/4.
ക്വസ്റ്റ്യൻ: കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞതാര്? വാക്യം ഏത്? ഉത്തരം: എബ്രായ ലേഖനകർത്താവ്. 10:4. ക്വസ്റ്റ്യൻ: നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാലാണ്? ഉത്തരം: യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. 10:10. ക്വസ്റ്റ്യൻ: സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയതെന്ത്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ ഏകയാഗം. 10:14. ക്വസ്റ്റ്യൻ: യേശു പാപങ്ങൾക്കു വേണ്ടി ഡാഷ് കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. എന്ത്? ഉത്തരം: ഏകയാഗം. 10:12. ക്വസ്റ്റ്യൻ: ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഏവയുടെ? ഉത്തരം: പാപത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും. 10:16-17 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി യേശു നമുക്ക് പ്രതിഷ്ഠിച്ചതെന്ത്? ഉത്തരം: ജീവനുള്ള പുതുവഴി. 10:19. ക്വസ്റ്റ്യൻ: സത്യത്തിൻ്റെ എന്ത് ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല? ഉത്തരം: പരിജ്ഞാനം. 10:26. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്ന് പറഞ്ഞതാര്? ഉത്തരം: എബ്രായ ലേഖനക്കാരൻ. 10:31. ക്വസ്റ്റ്യൻ: ഉത്തമ സമ്പത്ത് എവിടെയാണ്? ഉത്തരം: സ്വർഗത്തിൽ. 10:34. ക്വസ്റ്റ്യൻ: ദൈവേഷ്ടം ചെയ്ത് എന്ത് പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം? ഉത്തരം: വാഗ്ദത്തം. 10:36. ക്വസ്റ്റ്യൻ: നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് എന്ത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു? ഉത്തരം: ജീവരക്ഷ. 10:39. ക്വസ്റ്റ്യൻ: വിശ്വാസം എന്നാൽ എന്ത്? ഉത്തരം: ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. 11:1. ക്വസ്റ്റ്യൻ: വിശ്വാസത്തിൻ്റെ നിർവചനം പറഞ്ഞതാര്? ഉത്തരം: എബ്രായ ലേഖനകർത്താവ്. 11:1. ക്വസ്റ്റ്യൻ: പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്തിനാൽ? ഉത്തരം: വിശ്വാസത്താൽ. 11:2-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ലോകം എന്തിനാൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് നാം വിശ്വാസത്താൽ അറിയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ വചനത്താൽ. 11:3. ക്വസ്റ്റ്യൻ: വിശ്വാസത്താൽ ദൈവത്തിന് കൈൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചതാരാണ്? ഉത്തരം: ഹാബേൽ. 11:3. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ച പ്രഥമ വ്യക്തി? ഉത്തരം: ഹാബേൽ. 11:4. ക്വസ്റ്റ്യൻ: ദൈവം ഹാബേലിൻ്റെ വഴിപാടിന് എന്ത് കൽപ്പിച്ചു? ഉത്തരം: സാക്ഷ്യം കൽപ്പിച്ചു. 11:4. ക്വസ്റ്റ്യൻ: മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാരാണ്? ഉത്തരം: ഹാബേൽ. 11:4. ക്വസ്റ്റ്യൻ: വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടവൻ ആര്? ഉത്തരം: ഹാനോക്ക്. 11:5.
ക്വസ്റ്റ്യൻ ഹാനോക്ക് എടുക്കപ്പെട്ടതിനു മുൻപേ പ്രാപിച്ച സാക്ഷ്യം എന്ത്? ഉത്തരം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. 11:5. ക്വസ്റ്റ്യൻ വിശ്വാസം കൂടാതെ ആരെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല? ഉത്തരം ദൈവത്തെ. 11:6. ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കേണ്ടത് എന്താണ്? ഉത്തരം ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും. 11:6. ക്വസ്റ്റ്യൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നത് ആര്? ഉത്തരം നോഹ. 11:7. ക്വസ്റ്റ്യൻ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം പണിതതാര്? ഉത്തരം നോഹ. 11:7. ക്വസ്റ്റ്യൻ വിശ്വാസത്താൽ ആരാണ് തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടത്? ഉത്തരം അബ്രഹാം. 11:8. ക്വസ്റ്റ്യൻ വാഗ്ദത്തത്തിന് കൂട്ടവകാശികൾ? ഉത്തരം ഇസ്ഹാക്കും യാക്കോബും. 11:9. ക്വസ്റ്റ്യൻ അബ്രഹാം കാത്തിരുന്ന നഗരം എങ്ങനെയുള്ളതാണ്? ഉത്തരം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതും. 11:10. ക്വസ്റ്റ്യൻ വിശ്വാസത്താൽ ആരാണ് വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണിയത്? ഉത്തരം സാറ. 11:11. ക്വസ്റ്റ്യൻ അബ്രഹാമിൻ്റെ സന്തതിയുടെ 2 സാദൃശ്യങ്ങൾ ഏവ? ഉത്തരം 1 ആകാശത്തിലെ നക്ഷത്രങ്ങൾ, 2 കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ. 11:12. ക്വസ്റ്റ്യൻ അധികം നല്ലത് എന്ത്? ഉത്തരം സ്വർഗീയമായത്. 11:16. ക്വസ്റ്റ്യൻ യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചതാര്? ഉത്തരം ഇസ്ഹാക്ക്. 11:20. ക്വസ്റ്റ്യൻ മരിക്കുന്നതിനു മുമ്പേ തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തതാര്? ഉത്തരം യോസേഫ്. 11:22. ക്വസ്റ്റ്യൻ മോശയെ അമ്മയപ്പന്മാർ എത്രമാസം ഒളിപ്പിച്ചു വെച്ചു? ഉത്തരം 3 മാസം. 11:23. ക്വസ്റ്റ്യൻ വളർന്നപ്പോൾ മോശ തിരഞ്ഞെടുത്തത് എന്താണ്? ഉത്തരം ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്. 11:24. ക്വസ്റ്റ്യൻ മിസ്രയീമിലെ നിക്ഷേപങ്ങളേക്കാൾ വലിയ ധനമായി മോശ കണ്ടത് എന്താണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ നിന്ന. 11:26. ക്വസ്റ്റ്യൻ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നവർ? ഉത്തരം ഇസ്രായേൽ മക്കൾ. 11:29. ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ ഇടിഞ്ഞു വീണ മതിൽ? ഉത്തരം യെരിഹോ മതിൽ. 11:30. ക്വസ്റ്റ്യൻ വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ എങ്ങനെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു? ഉത്തരം സമാധാനത്തോടെ. 11:31. ക്വസ്റ്റ്യൻ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ന്യായാധിപന്മാരും രാജാവും പ്രവാചകന്മാരും ആരെല്ലാമാണ്? ഉത്തരം ഗിദിയോൻ, ബാരാക്ക്, ശിംശോൻ,
ഇബ്താഹ്, ദാവീദ്, ശമൂവേൽ. 11:32. ക്വസ്റ്റ്യൻ: അനേകർ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, യുദ്ധത്തിൽ വീരന്മാരായിത്തീർന്നത് എന്തിനാലാണ്? ഉത്തരം: വിശ്വാസത്താൽ. 11:33-34. ക്വസ്റ്റ്യൻ: ചിലർ ഏറ്റവും നല്ല എന്ത് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു? ഉത്തരം: ഏറ്റവും നല്ലൊരു ഉയിർത്തെഴുന്നേൽപ്പ്. 11:35. ക്വസ്റ്റ്യൻ: വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എത്ര സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ആരെല്ലാം? ഉത്തരം: 2. സാറ, രാഹാബ്. 11:11-31 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വിശ്വാസത്തിൻ്റെ അധ്യായമായ എബ്രായർ 11-ൽ എത്ര വിശ്വാസവീരന്മാരുടെയും വനിതകളുടെയും പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: 16. 14 പുരുഷന്മാർ, 2 സ്ത്രീകൾ. ക്വസ്റ്റ്യൻ: സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണം? ഉത്തരം: സ്ഥിരതയോടെ. 12:1. ക്വസ്റ്റ്യൻ: ആരെയാണ് നാം നോക്കേണ്ടത്? ഉത്തരം: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ. 12:2. ക്വസ്റ്റ്യൻ: ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ആരെയാണ് നാം ധ്യാനിക്കേണ്ടത്? ഉത്തരം: യേശുവിനെ. 12:4. ക്വസ്റ്റ്യൻ: എന്തിനോട് പോരാടുന്നതിലാണ് എബ്രായ ക്രിസ്ത്യാനികൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാഞ്ഞത്? ഉത്തരം: പാപത്തോട്. 12:4. ക്വസ്റ്റ്യൻ: എന്ത് സഹിച്ചാലാണ് ദൈവം മക്കളോട് എന്ന പോലെ നമ്മോട് പെരുമാറുന്നത്? ഉത്തരം: ബാലശിക്ഷ. 12:7. ക്വസ്റ്റ്യൻ: ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? ഉത്തരം: കവലിടയന്മാർ. 12:8. ക്വസ്റ്റ്യൻ: ആർക്കാണ് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടത്? ഉത്തരം: ആത്മാക്കളുടെ പിതാവിന്. 12:9. ക്വസ്റ്റ്യൻ: അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ആര്? ഉത്തരം: ജഡസംബന്ധമായ പിതാക്കന്മാർ. 12:9-10. ക്വസ്റ്റ്യൻ: ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് എന്തിന്? ഉത്തരം: വിശുദ്ധീകരണത്തിന്. 12:10. ക്വസ്റ്റ്യൻ: നാം വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി നമ്മെ ശിക്ഷിക്കുന്നതാരാണ്? ഉത്തരം: ആത്മാക്കളുടെ പിതാവ്. 12:10. ക്വസ്റ്റ്യൻ: ദുഃഖകരം എന്ന് തോന്നുന്ന ഏത് ശിക്ഷയും പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് എന്ത് നൽകും? ഉത്തരം: നീതി എന്ന സമാധാനഫലം. 12:11. ക്വസ്റ്റ്യൻ: എന്ത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിനാണ് നമ്മുടെ കാലിന് പാത നിരത്തേണ്ടത്? ഉത്തരം: മുടന്തുള്ളത്. 12:13. ക്വസ്റ്റ്യൻ: എല്ലാവരോടും ആചരിക്കേണ്ടതെന്ത്? ഉത്തരം: സമാധാനം. 12:14. ക്വസ്റ്റ്യൻ: എല്ലാവരോടും സമാധാനം ആചരിച്ച് എന്ത് പ്രാപിപ്പാനാണ് നാം ഉത്സാഹിക്കേണ്ടത്? ഉത്തരം: ശുദ്ധീകരണം. 12:14. ക്വസ്റ്റ്യൻ: ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വാക്യം ഏത്? ഉത്തരം: എബ്രായർ 12-ാം അധ്യായം 14-ാം വാക്യം.
ക്വസ്റ്റ്യൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവൻ ആര്? ഉത്തരം ഏശാവ്. 12:16. ക്വസ്റ്റ്യൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടവൻ ആര്? ഉത്തരം ഏശാവ്. 12:17. ക്വസ്റ്റ്യൻ ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, എന്തിന് ഇട കണ്ടില്ല? ഉത്തരം മാനസാന്തരത്തിന്. 12:17. ക്വസ്റ്റ്യൻ ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലേണം എന്നുള്ള കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഏതാണ്? ഉത്തരം പുറപ്പാട് 19:12-13. ക്വസ്റ്റ്യൻ ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം മോശ. 12:21. ക്വസ്റ്റ്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സ്വർഗീയ യെരുശലേം. 12:22. ക്വസ്റ്റ്യൻ ഏത് സഭയുടെ പേരാണ് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്? ഉത്തരം ആദ്യജാതന്മാരുടെ സഭയുടേത്. 12:23. ക്വസ്റ്റ്യൻ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ ആര്? ഉത്തരം യേശു. 12:24. ക്വസ്റ്റ്യൻ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നത് എന്താണ്? ഉത്തരം പുണ്യാഹ രക്തം. 12:24. ക്വസ്റ്റ്യൻ ആരെ നിരസിക്കാതിരിപ്പാൻ നോക്കണം? ഉത്തരം അരുളി ചെയ്യുന്നവനെ. 12:25. ക്വസ്റ്റ്യൻ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് വാഗ്ദത്തം ചെയ്തത് ആര്? വാക്യമേത്? ഉത്തരം അരുളി ചെയ്തവൻ. ഹഗ്ഗായി 2:6-21 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ഇനി ഒരിക്കൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. 12:27. ക്വസ്റ്റ്യൻ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം എങ്ങനെ ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം? ഉത്തരം നന്ദിയുള്ളവരായി. 12:28. ക്വസ്റ്റ്യൻ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറഞ്ഞതാര്? വാക്യമേത്? ഉത്തരം എബ്രായ ലേഖനകർത്താവ്. 12:29. ക്വസ്റ്റ്യൻ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. വാക്യമേത്? ഉത്തരം എബ്രായർ 13-1 വാക്യം. ക്വസ്റ്റ്യൻ അതിഥി സൽക്കാരത്തിനാൽ ചിലർ അറിയാതെ ആരെ സൽക്കരിച്ചു? ഉത്തരം ദൈവദൂതന്മാരെ. 13:1-2. ക്വസ്റ്റ്യൻ അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ, ഏതിനാൽ? ആര്? ഉത്തരം അതിഥി സൽക്കാരത്താൽ. അബ്രഹാം. 13:2. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മാന്യം എന്ത്? ഉത്തരം വിവാഹം. 13:4. ക്വസ്റ്റ്യൻ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞതാര്? ഉത്തരം എബ്രായ ലേഖനകർത്താവ്. 13:4. ക്വസ്റ്റ്യൻ ആരെയൊക്കെയാണ് ദൈവം വിധിക്കുന്നത്?
ഉത്തരം ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും. 13-4. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. വാക്യമേത്? ഉത്തരം എബ്രായർ 13-5. ക്വസ്റ്റ്യൻ: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് യഹോവ പറഞ്ഞത് ആരോടാണ്? ഉത്തരം യോശുവയോട്. യോശുവ 1-5. ക്വസ്റ്റ്യൻ: കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തന ഭാഗം ഏതാണ്? ഉത്തരം സങ്കീർത്തനം 118-6. ക്വസ്റ്റ്യൻ: അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ആരുടെ? ഉത്തരം നമ്മോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മെ നടത്തിയവരുടെ. 13-7. ക്വസ്റ്റ്യൻ: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വാക്യമേത്? ഉത്തരം എബ്രായർ 13-8. ക്വസ്റ്റ്യൻ: വിവിധവും അന്യവുമായ എന്തിനാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്? ഉത്തരം ഉപദേശങ്ങളാൽ. 13-9. ക്വസ്റ്റ്യൻ: എന്തിനാൽ ഹൃദയം ഉറപ്പിക്കുന്നതാണ് നല്ലത്? ഉത്തരം കൃപയാൽ. 13-9. ക്വസ്റ്റ്യൻ: സ്തോത്രയാഗം എന്നാൽ എന്താണ്? ഉത്തരം അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം. 13-15. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവരുടെ അധരഫലം ഏത്? ഉത്തരം സ്തോത്രയാഗം. 13-15. ക്വസ്റ്റ്യൻ: മറക്കുവാൻ പാടില്ലാത്ത ദൈവം പ്രസാദിക്കുന്ന 2 യാഗങ്ങൾ. ഉത്തരം നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. 13-16. ക്വസ്റ്റ്യൻ: അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ആര്? ഉത്തരം നമ്മെ നടത്തുന്നവർ. 13-17. ക്വസ്റ്റ്യൻ: സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കുന്നവർക്ക് എന്താണ് ഉള്ളത്? ഉത്തരം നല്ല മനസ്സാക്ഷി. 13-18. ക്വസ്റ്റ്യൻ: ആടുകളുടെ വലിയ ഇടയൻ ആര്? ഉത്തരം കർത്താവായ യേശു. 13-20. ക്വസ്റ്റ്യൻ: യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയതാരാണ്? ഉത്തരം സമാധാനത്തിൻ്റെ ദൈവം. 13-20. ക്വസ്റ്റ്യൻ: എബ്രായർക്ക് ആരാണ് വന്ദനം ചൊല്ലിയത്? ഉത്തരം ഇതല്യക്കാർ. 13-24. ക്വസ്റ്റ്യൻ: ആർക്കൊക്കെയാണ് വന്ദനം ചൊല്ലേണ്ടത്? ഉത്തരം നമ്മെ നടത്തുന്ന എല്ലാവർക്കും, സകല വിശുദ്ധന്മാർക്കും. 13-24. ക്വസ്റ്റ്യൻ: എബ്രായ ലേഖനത്തിലെ അവസാന വാക്യം എന്താണ്? ഉത്തരം കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. 13-25. ക്വസ്റ്റ്യൻ: എഴുത്തുകാരൻ്റെ പേരില്ലാത്ത ലേഖനമേത്? ഉത്തരം എബ്രായർ. ക്വസ്റ്റ്യൻ: എബ്രായർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം മറുകര കടന്നവർ. ക്വസ്റ്റ്യൻ: ഈ ലേഖനം ആർക്കു വേണ്ടി എഴുതി? ഉത്തരം എബ്രായ ക്രിസ്ത്യാനികൾക്ക്. ക്വസ്റ്റ്യൻ: എബ്രായ ലേഖനത്തിൽ യേശുവിന് നൽകിയിട്ടുള്ള 7 സ്ഥാനപ്പേരുകൾ. ഉത്തരം: 1 സകലത്തിനും അവകാശി, 2 രക്ഷാനായകൻ, 3 അപ്പസ്തലൻ, 4 നിത്യരക്ഷയുടെ കാരണഭൂതൻ, 5 മുന്നോടി, 6 മഹാപുരോഹിതൻ,
7 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. ക്വസ്റ്റ്യൻ. എബ്രായ ലേഖനത്തിലെ 7 നിത്യകാര്യങ്ങൾ. ഉത്തരം. 1 എന്നേക്കും ഒരു പുരോഹിതൻ. 2 നിത്യരക്ഷ. 3 നിത്യശിക്ഷാവിധി. 4 എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. 5 നിത്യാത്മാവ്. 6 നിത്യാവകാശം. 7 നിത്യനിയമം. ക്വസ്റ്റ്യൻ. എബ്രായ ലേഖനത്തിലെ 7 വിശേഷതയേറിയ കാര്യങ്ങൾ. ഉത്തരം. 1 വിശേഷമേറിയ നിയമം. 2 വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. 3 ഉത്തമ സമ്പത്ത്. 4 ഏറെ നല്ല പ്രത്യാശ. 5 നല്ല യാഗങ്ങൾ. 6 നഗരം. 7 ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. ക്വസ്റ്റ്യൻ. ബൈബിളിലെ മറ്റു ഭാഗങ്ങളിലുള്ളതും എബ്രായർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ വ്യക്തികളുടെ പേരുകൾ. ഉത്തരം. അബ്രഹാം, മോശ, ദാവീദ്, യോശുവ, അഹരോൻ, മൽക്കീസദക്, ലേവി, കയീൻ, ഹാബേൽ, ഹാനോക്ക്, നോഹ, ഇസ്ഹാക്ക്, യാക്കോബ്, സാറ, ഏശാവ്, യോസേഫ്, ഫറവോൻ, രാഹാബ്, ഗിദിയോൻ, ബാരാക്ക്, യിഫ്താഹ്, ശമൂവേൽ, ശിംശോൻ, തിമത്തിയോസ്. ക്വസ്റ്റ്യൻ. എബ്രായർ സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം. 58-ാമത്തെ പുസ്തകം. 13 അധ്യായങ്ങൾ. 303 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. ഈ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം. ചെറിയ അധ്യായം 8 13 വാക്യങ്ങൾ. വലിയ അധ്യായം 11 40 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.